ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. പലതരം രോഗങ്ങൾ, ഭയം, ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ എന്നിവയാൽ നേറിപ്പുകയുന്ന മനസ്സോടുകൂടി ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്ന നിരവധി നല്ല മനുഷ്യർ ലോകത്തിലുണ്ട്. ചെറുപ്പക്കാരനായ ഒരു നല്ല യുവാവ് ഇങ്ങനെയുള്ള ചില അസ്വസ്ഥതകൾക്ക് വിധേയനായി കടുത്ത ദുഃഖം അനുഭവിച്ചു കൊണ്ടിരുന്നു. തന്നെ ഭരിച്ചിരുന്ന ഭയത്തെ അതിജീവിക്കുവാൻ അയാൾ കിണഞ്ഞു പരിശ്രമിച്ചു. ഒരിക്കൽ അത്യുഗ്രമായ മനക്ലേശവും ശാരീരികമായ അസ്വസ്ഥതകളും നിമിത്തം തളർന്ന ആ യുവാവ് തൻ്റെ ധൈര്യക്കുറവിനെയും അസ്വസ്ഥതകളെയും ഭീതിയെയും അതിജീവിക്കുവാൻ ചെയ്തുകൊണ്ടിരുന്ന തീവ്ര യത്നങ്ങളുടെ ഫലശൂന്യതയെക്കുറിച്ച് ബോധവാനായി. ഒടുവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, അടിയനിതാ അവിടുത്തെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ഒന്നുകിൽ എന്നെ ഈ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളുക, അല്ലെങ്കിൽ എനിക്ക് സൗഖ്യം നൽകണം. ഇനിയും ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കുവാൻ എനിക്കാവില്ല. അവിടുത്തെ ഹിതം പോലെ എന്നോട് ചെയ്തു കൊള്ളുക. ഈ പ്രാർത്ഥന പൂർത്തിയാക്കിയപ്പോൾ പൂർണ്ണമായ സമർപ്പണം എന്നൊരു ശബ്ദം കേട്ടതുപോലെ ആ യുവാവിന് തോന്നി. വരിഞ്ഞു മുറുക്കപ്പെട്ടിരുന്ന തൻ്റെ ശരീരവും ആത്മാവും അയഞ്ഞതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. ഒപ്പം നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുത്തു. ഇപ്പോൾ ഭയത്തിൻ്റെയും നിരാശയുടെയും ഒരു ചെറിയ കണിക പോലും അയാളിൽ ഇല്ല. സമർപ്പണം കൂടാതെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ക്രമപ്പെടുത്തുവാനും ശ്രമിച്ചതാണ് തൻ്റെ അസ്വസ്ഥതകളുടെ കാരണമെന്ന് ആ ചെറുപ്പക്കാരന് ബോധ്യമായി. ദൈവത്തിൽ സമ്പൂർണമായി സമർപ്പിക്കാതെ സ്വയം നന്മയ്ക്കായി ചെയ്യുന്ന ശ്രമങ്ങൾ നമ്മെ നിത്യനൈരാശ്യത്തിലേക്കും ദുഃഖത്തിലേക്കും മാത്രമേ എത്തിക്കൂ. സൂര്യന് പുറംതിരിഞ്ഞ് നടന്നാൽ സൂര്യാസ്തമനത്തിൻ്റെ സൗന്ദര്യം ദർശിക്കുവാൻ കഴിയില്ല. മാത്രമല്ല, തൻ്റെ നിഴൽ മാത്രമേ അയാൾക്ക് കാണാനാകൂ. സ്വന്തം നിഴൽ നോക്കി നടക്കുന്ന ഒരാൾ തൻ്റെ ഇരുണ്ട രൂപം മാത്രമേ കാണൂ. എന്നാൽ ദൈവത്തിൻ്റെ പ്രകാശധാര നിന്നെ വലയം ചെയ്യുന്നു. ദൈവസ്നേഹം നിന്നെ ഉൾക്കൊള്ളുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് കാവലായിരിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നിന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. യിരെമ്യാവ് 17:7. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.